ഇടുക്കിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രവർത്തകർ. ഇഷ്ടക്കാർക്കായി സീറ്റുകൾ വീതം വെച്ചെന്നും വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അട്ടിമറിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നുമാണ് ആരോപണം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. പഞ്ചായത്തിലെ 8ാം വാർഡിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായി ചേർന്ന വാർഡ് കമ്മിറ്റി യോഗത്തിൽ 2 പേരൊഴികെ പങ്കെടുത്തവർ മുഴുവൻ നിർദ്ദേശിച്ചത് വാർഡ് കമ്മിറ്റി പ്രസിഡന്റായ ത്രിവിക്രമൻ സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു. 2 പേർ മണ്ഡലം പ്രസിഡന്റ് MS മഹേശ്വരന്റെ പേര് നിർദ്ദേശിച്ചു. കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, മഹേശ്വരനാണെങ്കിൽ ഞങ്ങൾക്ക് വിഷയമില്ലാതെ, കാരണം അങ്ങനെ വാർഡ് കമ്മിറ്റിക്ക് വരെയും അങ്ങനെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തതാണ്. എന്നാൽ വാർഡ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം പൂർണ്ണമായും അവഗണിച്ച് പ്രവർത്തകരോട് കൂടിയാലോചന പോലും നടത്താതെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതായാണ് ആരോപണം. ഞാൻ മത്സരരംഗത്ത് മുമ്പോട്ട് വരുമ്പോഴാണ് പുതിയ ഒരു സ്ഥാനാർത്ഥിയെ എവിടെ നിന്നോ KPCCയുടെ കുറേ ആൾക്കാർ കെട്ടിയിറക്കി ഞങ്ങളുടെ വാർഡിലേക്ക് വിട്ടിരിക്കുന്നത്. ഇത് മേളിലുള്ള KPCCയുടെയും DCCയുടെയും ആൾക്കാർ അത് പുനഃപരിശോധിക്കണമെന്നും ഇതിനകത്ത് 2 പേരുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ത്രിവിക്രമൻ നായരും M മഹേശ്വരൻ്റെ പേര് മാത്രമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനെ മറച്ചു കെട്ടിയാണ് എവിടുന്നോ ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി ഈ വാർഡിലേക്ക് കൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലും UDFന് ജയിക്കാൻ പറ്റിയ ഒരു വാർഡ് ഈ മേൽഘടകങ്ങളെല്ലാം കൂടി ആ വാർഡിനെ നശിപ്പിക്കുകയാണ്. വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെന്നും ത്രിവിക്രമൻ അറിയിച്ചു. പഞ്ചായത്തിലെ പല വാർഡുകളിലും ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതായാണ് ആരോപണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നെടുങ്കണ്ടത്ത് മുസ്ലിം ലീഗ് മത്സരിച്ച് 2 വാർഡുകൾ കൂടിയാലോചന നടത്താതെ കോൺഗ്രസ് ഏറ്റെടുത്തതിൽ പ്രതിഷേധിച്ച് ലീഗും ഇവിടെ വിമതരായി മത്സരരംഗത്തുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.